5 മിനിറ്റ് കൊണ്ട് ഉലുവ പായസം എങ്ങനെ ഉണ്ടാക്കും എന്നുള്ളതാണ് ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത്. ഇതിലേക്ക് വേണ്ടത് ഉലുവ വറുത്ത് പൊടിച്ചിരിക്കുന്നത് 1 സ്പൂൺ അല്ലെങ്കിൽ 2 സ്പൂൺ അത്യാവശ്യത്തിന്, പിന്നെ ആവശ്യത്തിന് ശർക്കര, നെയ്യ്, പിന്നെ പാല്. പാത്രം ഒന്ന് ചൂടാക്കാൻ വയ്ക്കുക. ഇതൊന്ന് ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് ശർക്കര ഇടാം. എൻ്റെ കയ്യിൽ പൊടിച്ച ശർക്കരയാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എത്ര ആവശ്യമെന്ന് വെച്ചാൽ സ്വീറ്റിനനുസരിച്ചിട്ട് അങ്ങ് എടുത്തോളാം. പൊടിച്ചു വെച്ച ഉലുവ ഇതിൻ്റെ കൂട്ടിൽ തന്നെ ഞാൻ ഇടുവാണ്. ശർക്കര ഉരുകി പാനിയാവും. അപ്പം ഈ ഉലുവയില്ലേ ഇതിൻ്റെ ഇടയിൽ കിടന്ന് ഇങ്ങനെ നമ്മുടെ ഈ അരവണ പായസമല്ലേ ഏതാണ്ടൊക്കെ അതിൻ്റെ ടേസ്റ്റ് കിട്ടും. പക്ഷെ ആക്ച്വലി ഇതിൻ്റെ ശരിക്കുള്ള ടേസ്റ്റ് എന്ന് വെച്ചാൽ കോഫി ബൈറ്റിൻ്റെ ടേസ്റ്റ് അറിയാമെങ്കിൽ ഇച്ചിരി കഴുപ്പും ബാക്കി മധുരവും, പിന്നെ നമുക്ക് നെയ്യും പാലൊക്കെ ഇടുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടില്ലേ, ഇതൊക്കെയാണ് വരുന്നത്. ആവശ്യത്തിന് നെയ്യ് ഞാനിതാ നല്ല ഒരു സ്പൂണ് സ്കൂപ്പ് ചെയ്തങ്ങ് എടുക്കുന്നുണ്ട്. ഇത് ചെറിയ സ്പൂൺ ആയതുകൊണ്ട് 1 സ്പൂൺ ഇട്ടത്. ഇത് സാധാരണ വലിയ സ്പൂണിലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഒറ്റ സ്പൂൺ മതി ഈ എടുത്തിരിക്കുന്ന അളവിന്. ഇന്നൊക്കെ ചൂടാവാൻ തുടങ്ങി. എൻ്റെ കയ്യിൽ കുറച്ച് നെയ്യ് പറ്റിയിരിക്കുക, അതൊന്ന് തുടച്ച് മാറ്റട്ടെ. ഇനി ആവശ്യമില്ലാത്തതൊക്കെ നടച്ച് വയ്ക്കുക. നമുക്ക് കിണ്ടാനുള്ള സാധനങ്ങൾ എൻ്റെ തവി ഇട്ടു നോക്കട്ടെ. എവിടെ പോയത്? ഇതാ. ഇതിൽ കൂടുതലൊന്നും ചെയ്യാനില്ല കേട്ടോ. ഈ ശർക്കരയെല്ലാം ഉരുകുന്നതനുസരിച്ചിട്ട് നമ്മൾ പാല് പെട്ടെന്ന് ഒഴിച്ചോളണം. എന്നിട്ട് അതിൽ കിടന്ന് ഇതൊന്ന് തിളയ്ക്കണം. ഞാനെൻ്റെ പാലിൻ്റെ അടപ്പ് ഇളക്കി വെച്ചിട്ടില്ല. ആവശ്യത്തിന് ശർക്കര നെയ്യും കിടക്കുന്നതുകൊണ്ട് പാല് പിരിയുന്ന പോലെയൊക്കെ തോന്നും. സ്ട്രിക്റ്റ് ആയാലും കുഴപ്പമില്ല, കാരണം നമ്മൾ ഇതിനെ ഒന്ന് വറ്റിച്ചിട്ടെടുക്കുക ചെയ്യുന്നത്. ഇത്രേ ഉള്ളൂ, കൂടുതൽ ഇനിയൊന്നും ചെയ്യാനില്ല. തിളപ്പിച്ച പാലാണ് ഇടുന്നതെങ്കിൽ അപ്പം തന്നെ നമുക്ക് എടുക്കാം. ചെറുതായിട്ടൊന്ന് കുറുകി വന്നു കഴിഞ്ഞാൽ അതുപോലെ നിർത്താം. നമ്മുടെ ഉലുവ പായസം റെഡിയായി. ഈ കാണിക്കുന്ന കൺസിസ്റ്റൻസി മതി കേട്ടോ. നമുക്കിതൊന്ന് അടച്ച് വയ്ക്കാം. ഇനി ആ ചൂടിൽ തന്നെ ഒന്നായി വരട്ടെ. ടേസ്റ്റ് ഉടനെ കൈയിടരുത്, കാരണം ശർക്കര നല്ല കൈയിട്ട പൊള്ളും. അപ്പം ഇച്ചിരി ഒന്ന് തണുത്തതിന് ശേഷം കുറച്ചും കൂടി ഒന്ന് കുറുകി പാകമായി കിട്ടും. ഇത്രയേ ഉള്ളൂ ഉലുവ പായസം. പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. നിന്ന് നിപ്പിൽ എന്തെങ്കിലും ഒരു മധുരം കഴിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ അങ്ങനെ ഉണ്ടാക്കി കഴിക്കുക. ഇതെല്ലാവർക്കും ചിലപ്പോൾ ടേസ്റ്റ് ഇഷ്ടമാവണമെന്നില്ല ഉലുവ ആയതുകൊണ്ട്. കോഫി ബൈറ്റിൻ്റെ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ, വേറെ ഒരു ടേസ്റ്റും ഇല്ല. നെയ്യുണ്ട്, പാലുണ്ട്, പിന്നെന്താ മധുരമുണ്ട്. ഉലുവയുടെ ആ കഴിപ്പ്, കോഫി ഇതിൻ്റെയൊക്കെ ഒരു കഴിപ്പ് കിട്ടില്ലേ, ആ ഒരു ടേസ്റ്റ് തന്നെയാണ്. ദാറ്റ് കോഫി ബൈറ്റ് ഈസ് ഈക്വൽ ടു ഉലുവ പായസം എന്ന് വേണമെങ്കിൽ എൻ്റെ ഡിക്ഷണറിയിൽ പറയാം. നിങ്ങൾക്കൊന്ന് ഇഷ്ടമാണെങ്കിൽ ഒന്ന് കഴിച്ചു വെക്കുക, ഉണ്ടാക്കി നോക്കുക, കഴിച്ചു വെക്കുക, ടേസ്റ്റ് ചെയ്യുക. കുറച്ചായിട്ട് ഉണ്ടാക്കുക, കൂടുതൽ എടുക്കരുത്. ഒരു ചെറിയൊരു സ്പൂണിൻ്റെ ഉലുവയാണ് എടുക്കുന്നുണ്ടെങ്കിൽ അതിന് കുറച്ച് മധുരം കയറി നിൽക്കത്തക്ക രീതിയിൽ കുറച്ച് ഒരു 2-3 സ്പൂൺ ശർക്കര പൊടിച്ചിടുക. പിന്നെന്താ നെയ്യൊക്കെ നല്ല ഇതല്ല, ആരോഗ്യത്തിന് നല്ലതാണ്. പിന്നെ പാല്, നിങ്ങളുടെ ആ കഴിപ്പിൻ്റെ ആ ഒരു ഇത് ഒന്ന് ക്രമീകരിച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. പിന്നെ
നല്ല തണുത്തതിന് ശേഷമല്ല, ഇടയ്ക്ക് ഒരു തരം ഒരു ചെറിയ ചൂടും ചെറിയ തണുപ്പും ഒക്കെ ആയി വരില്ല. ആ സമയത്ത് കൈ വിരൽ വെച്ചിട്ട് ഇങ്ങനെ നക്കി നക്കി ഇരിക്കണം. അതാണ് അതിൻ്റെ ടേസ്റ്റ്. അല്ലാതെ സ്പൂണിട്ട് കോരി കുടിക്കുന്ന പായസമല്ല ഇത്. പേരിന് നമ്മൾ ഇഞ്ചിക്കറിയൊക്കെ എടുക്കില്ലേ നമ്മൾ സദ്യക്ക്, അതുപോലെ സൈഡിൽ നിന്ന് തൊട്ട് തന്നത്തില്ലേ, അതുപോലത്തെ ഒരു ഫീലാണ് ഇത്. അതുപോലെ തന്നെ കഴിക്കാൻ വേണം. ചുമ്മാ പായസം എന്ന് പറഞ്ഞിട്ട് കോരി കുടിക്കാനുള്ള പറ്റുന്ന അങ്ങനത്തെ പായസമല്ല. ട്രൈ ചെയ്യുക. ഞാൻ ഇതൊന്ന് തണുത്തതിന് ശേഷം ഒരു പാത്രത്തിലായിട്ട് കാണിച്ച് ഞാൻ കഴിച്ചിട്ട് പറയാം. ഞാനങ്ങനെ ഉലുവ പായസം ഉണ്ടാക്കിക്കൊണ്ടുവന്ന് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇത് ഒരു നമ്മുടെ ടീ സോസും മറ്റേ ആ ഗ്ലാസിൻ്റെ ഇതില്ല, ആ ചെറിയ പാത്രത്തിൽ എടുത്തിരിക്കുന്നത്. കൂടുതലൊന്നും ഇല്ല, ഇങ്ങനെ കാണിക്കുകയാണെങ്കിൽ എല്ലാം കൂടി ഇങ്ങനെ വരും. അപ്പം ആകെ 2-3 സ്പൂണ്. ഇത് നമ്മൾ ടേസ്റ്റ് ചെയ്യുന്നത് കഴിക്കുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാം. വിരൽ കൊണ്ട് ഇങ്ങനെ എടുക്കുക. ശരിക്കും കോഫി ബൈറ്റിൻ്റെ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ, വേറെ പ്രത്യേക ടേസ്റ്റ് ഒന്നുമില്ല. കയ്പ്പ്, ഉലുവയുടെ കയ്പ്പുണ്ട്, ഇല്ലയെന്ന് പറയുന്നില്ല. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് കുറച്ചും കൂടി കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ ഉലുവയുടെ ഇതില്ല, എന്താ പറയുന്നത്, മെഷർമെൻറ്റ് കുറച്ചിട്ട് പാലും ശർക്കരയും കൂട്ടിയിടുക. ഇതിപ്പം വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ ചെയ്യേണ്ടത്. പിന്നെ ആയുർവേദത്തിൽ എനിക്കറിയില്ല, ഇത് ശരിക്കും ഒരു മെഡിസിൻ എന്നാണ് പറയുന്നത്. കൂടുതലൊന്നും കഴിക്കത്തില്ല, നടുവേദനയ്ക്ക് വേണ്ടിയിട്ടുള്ള പരിപാടി എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഹിമാചൽ പ്രദേശോ എവിടെയാണെന്ന് അറിയില്ല, ഒരു ആൻറ്റി പണ്ട് വീട്ടിൽ വരുമായിരുന്നു. അവർ അമ്മയ്ക്ക് കാണിച്ചു കൊടുത്തതാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലത്തെ ഉണ്ടാക്കുമായിരുന്നു. എന്താ പർപ്പസ്, ഏതാ പർപ്പസ് എന്നൊക്കെ ചോദിച്ചാൽ ശരിക്കും കാര്യം പറയാനായിട്ട് അറിയില്ല. ബട്ട് ദിസ് ഈസ് ലൈക്ക് യമ്മി കോഫി ബൈറ്റിൻ്റെ ആ ഒരു നമ്മുടെ നാട്ടിൽ കിട്ടുന്ന കോഫി ബൈറ്റിൻ്റെ അതേ ഫ്ലേവറിൽ. മണവും ഏതാണ്ട് കോഫിയുടെ മണവും ഉലുവയുടെ മണവും. ഉലുവയ്ക്ക് വറുക്കുമ്പോൾ അറിയാമല്ലോ എന്താ മണം എന്നുള്ളത്. നമ്മുടെ വീട്ടിലുള്ള സാധനം തന്നെയാണ്. അത്യാവശ്യത്തിന് ഇങ്ങനെ ചെയ്ത് നോക്കുക. 5 മിനിറ്റിനുള്ളിൽ ഒരു പായസം കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇതിലും നല്ല പായസം വേറെ ഇല്ല റെക്കമെൻഡ് ചെയ്യാനായിട്ട്. ഇത് ഞാൻ എവിടെ വേണമെങ്കിലും വന്ന് ഊന്നി പറയാം. അപ്പോൾ ബൈ.